സംവിധായകനായും സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് സലീം കുമാർ യാത്രയാകുന്നത്. പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായിരുന്നു സംവിധാനം ചെയ്ത 3 സിനിമകളും. പ്രേക്ഷക സ്വീകാര്യതയ്ക്കൊപ്പം നിരൂപക ശ്രദ്ധയും സിനിമകൾ സ്വന്തമാക്കി. ആ കണക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? വെച്ചപ്പോ തന്നെ രണ്ടെണ്ണം സാധനം ഇട്ടാ, രണ്ടെണ്ണം ഞാനിട്ട് സാറിന് മാത്രമാണ് വെച്ചപ്പ് എനിക്കില്ലേ. അഭിനയത്തിൽ വേറിട്ട ഭാവങ്ങളിലൂടെ വിസ്മയിപ്പിച്ച സലീം കുമാർ സംവിധാനത്തിലും അതിശയിപ്പിച്ചു. 2015-ൽ കമ്പാർട്ട്മെന്റ് എന്ന സിനിമയിലൂടെയായിരുന്നു സംവിധാനത്തിലെ അരങ്ങേറ്റം. ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ ജീവിതവും അവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവവും വരച്ചുകാട്ടിയ സിനിമ നിർമ്മിച്ചതും സലീം കുമാർ തന്നെ. കാലാകാലങ്ങളിൽ മാറിവരുന്ന സർക്കാരുകൾക്കും ഭരണങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒട്ടേറെ പുതുമുഖങ്ങൾ അണിനിരന്ന സിനിമയിൽ സുരേഷ് ഗോപി, കലാഭവൻ മണി, KPC ലളിത തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലെത്തി. അഭിനേതാവായും ചിത്രത്തിൽ നിറഞ്ഞുനിന്നു സംവിധായകൻ. 2017-ൽ കറുത്ത ജൂതനിലൂടെ പ്രമേയത്തിലൂടെയും ആവിഷ്കാരത്തിലൂടെയും ഞെട്ടിച്ചു. ഞാൻ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാണ് വീരാങ്കുഞ്ഞെ മാള തപാലാഫീസായത്. ജൂതൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവൻ കാറൽ മാർക്സ് ആയിരിക്കും, അതല്ല ശാസ്ത്രജ്ഞനാണെങ്കിൽ അവൻ ഐൻസ്റ്റീൻ ആയിരിക്കും. ജൂതന്മാര് ചില്ലറക്കാരല്ല കേട്ടോ. കറുത്തവനെന്നും കറുത്തവൻ തന്നെയാണ്. മലബാറി ജൂതൻ അഥവാ കറുത്ത ജൂതന്റെ ചരിത്രം ചികഞ്ഞ് ശവക്കല്ലറകളിലൂടെ സഞ്ചരിക്കുന്ന ആരോൺ എല്യാഹു യാഥാസ്ഥിതികമായ രീതികളെ പോലും തിരുത്തുകയായിരുന്നു. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ആ വർഷം സ്വന്തമാക്കി. 2018-ൽ പുറത്തിറങ്ങിയ ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന ചിത്രം ആദ്യത്തെ 2 സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കോമഡി ട്രാക്കിലായി. ഇത്തിരി ചോറും കറിയും വെച്ചേരുന്ന ഭാര്യ എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് ഇത്ര അഹങ്കാരം പാടില്ല. ഒരു മതസൗഹാർദ്ദം അത്രേ ഉള്ളൂ. ദൈവത്തെ ഞങ്ങൾ നോട്ടിൽ കുളിപ്പിക്കും. ഈ സണ്ണി ലിയോന്റെ ആരാ? സ്ത്രീകൾക്ക് നിറയാവാനാണല്ലോ വിധി. ആണുങ്ങളല്ലേ വർഗം, ചിലപ്പോ പീഡിപ്പിച്ചു കാണും. ജയറാം, അനുശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയിൽ നെടുമുടി വേണു, കോട്ടയം പ്രദീപ് എന്നിവരും നിറഞ്ഞുനിന്നു. ഇന്ദ്രൻസ്, ഹരീഷ് കടാരൻ, ശിവജി ഗുരുവായൂർ, സുരഭി, തെസ്നി ഖാൻ എന്നിവർക്കൊപ്പം സംവിധായകനും ഫാമിലി ഹ്യൂമൻ ട്രാക്കിൽ ചിരി നിറച്ചു. അഭിനയത്തിനൊപ്പം എഴുത്തിലും ആവിഷ്കാരത്തിലും മികവടയാളപ്പെടുത്തിയ പ്രതിഭ യാത്ര ചൊല്ലുമ്പോൾ അലങ്കാരികതയ്ക്കപ്പുറം അന്വർത്ഥമാക്കുന്നു നികത്താനാകാത്ത നഷ്ടം എന്ന വാചകം. ന്യൂസ് ഡെസ്ക്, ജനം.